സംസ്ഥാനത്ത് ഇന്ന് അതിശക്തമായ മഴ പ്രതീക്ഷിക്കുന്ന ദിവസമാണ്. മഴ തുടരുമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നത്. ഇന്ന് എല്ലാ ജില്ലകളിലും മഴ മുന്നറിയിപ്പുമുണ്ട്. 6 ജില്ലകളിൽ അതിശക്തമായ മഴയ്ക്കുള്ള ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ബാക്കി എല്ലാ ജില്ലകളിലും യെല്ലോ മുന്നറിയിപ്പാണ് നിലവിലുള്ളത്. ഇടുക്കി, എറണാകുളം ജില്ലകളിൽ ഇന്ന് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധിയാണ്. വിവിധ പ്രതിനിധികൾ നമ്മുടെ കൂടുതൽ മഴ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. തിരുവനന്തപുരത്ത് നിന്ന് MG പ്രതീഷാണ്. ആൻമരിയ ചേരുന്നുണ്ട് കൊച്ചിയിൽ നിന്ന്. കോഴിക്കോട് നിന്ന് ഗോകുൽ കെ വേണുഗോപാലും. ആദ്യം MG പ്രതീഷിലേക്കാണ്. പ്രതീഷ്, ഗുഡ് മോർണിംഗ്. പ്രതീഷ്, ഇന്നലെ രാത്രിയൊക്കെ തന്നെ ശക്തമായ മഴ, ആ മഴ ഇങ്ങനെ തുടരും എന്ന് അറിയിച്ചിട്ടുണ്ട്. ചില ഇടങ്ങളിലൊക്കെ പ്രത്യേക കാലാവസ്ഥ മുന്നറിയിപ്പുകളുണ്ട്. അപ്പോൾ അതെല്ലാം ഇന്ന് വിശദമായി തന്നെ പറയും. സ്മിത, ഗുഡ് മോർണിംഗ്. സംസ്ഥാനത്ത് അതിശക്തമായ മഴ തുടരുമെന്നതാണ് കാലാവസ്ഥാ കേന്ദ്രം അറിയിച്ചിരിക്കുന്നത്. ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷമാണ് ഇത്രത്തോളം തീവ്രമായ മഴ സംസ്ഥാനത്ത് ഉണ്ടാകുന്നത്. 6 ജില്ലകളിലാണ് അതിശക്തമായ മഴയ്ക്കുള്ള ഓറഞ്ച് മുന്നറിയിപ്പ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പുറപ്പെടുവിച്ചിരിക്കുന്നത്. അത് കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, ഇടുക്കി ജില്ലകളിലാണ് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഈ 6 ജില്ലകളിലുള്ളവർ അതീവ ജാഗ്രത പാലിക്കണമെന്ന നിർദ്ദേശമാണ് കാലാവസ്ഥാ വകുപ്പ് ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റിയും പുറപ്പെടുവിച്ചിരിക്കുന്നത്. ഇതിനു പുറമെ മറ്റെല്ലാ ജില്ലകളിലും ശക്തമായ മഴയ്ക്കുള്ള യെല്ലോ മുന്നറിയിപ്പും കാലാവസ്ഥാ വകുപ്പ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. തെക്കൻ കേരളത്തിലും മധ്യ കേരളത്തിലുമാണ് വരും ദിവസങ്ങളിൽ മഴ കൂടുതൽ കനക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ജില്ലകളിലായിരിക്കും ഏറ്റവും കൂടുതൽ മഴ വരും മണിക്കൂറുകളിൽ ലഭിക്കുന്നത്. ഇന്നലെ രാത്രി മുതൽ തന്നെ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ശക്തമായ മഴയാണ് ഉണ്ടാകുന്നത്. വരുന്ന 3 ദിവസം കൂടി ഈ മഴ തുടരുമെന്നതാണ് കാലാവസ്ഥാ വകുപ്പ് പ്രധാനമായും അറിയിച്ചിരിക്കുന്നത്. കേരള തീരത്ത് നിലവിൽ മത്സ്യബന്ധനത്തിന് വിലക്കുണ്ട്. 28-ാം തീയതി വരെയാണ് മത്സ്യബന്ധനം നിരോധിച്ചിരിക്കുന്നത്. തീരമേഖലയിലുള്ളവരും മലയോര മേഖലകളിലുള്ളവരും ജാഗ്രത പാലിക്കണമെന്ന നിർദ്ദേശമാണ് കാലാവസ്ഥാ വകുപ്പ് പ്രധാനമായും പുറപ്പെടുവിച്ചിട്ടുള്ളത്. കാരണം തീരമേഖലകളിൽ കടൽക്ഷോഭം രൂക്ഷമാണ്. ഉയർന്ന തിരമാലകൾക്കും ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ മത്സ്യത്തൊഴിലാളികളും ഈ തീരദേശ മേഖലകളിൽ താമസിക്കുന്നവരും പ്രത്യേക ജാഗ്രത പാലിക്കണം. ഒപ്പം ഈ ബീച്ചുകളിലൊക്കെ തന്നെ ഇറങ്ങുന്നത് ഒഴിവാക്കണമെന്ന നിർദ്ദേശം നിലവിൽ സർക്കാരും ജില്ലാ ഭരണകൂടവും നൽകിയിട്ടുണ്ട്. മലയോര മേഖലകളിലും ഒരു പ്രത്യേക ജാഗ്രത ശക്തമായ മഴയുടെ പശ്ചാത്തലത്തിൽ പാലിക്കണം. കാരണം ഇടുക്കി ഉൾപ്പെടെയുള്ള ജില്ലകളിൽ ഓറഞ്ച് അലർട്ടാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഉരുൾപൊട്ടലിനുൾപ്പെടെ സാധ്യതയുണ്ട് എന്നതാണ് സർക്കാരും അറിയിക്കുന്ന കാര്യം. അതുകൊണ്ട് പ്രത്യേക ഒരു ജാഗ്രതയാണ് വിവിധ ജില്ലകളിൽ സംസ്ഥാന സർക്കാരും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പും ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റിയും പുറപ്പെടുവിച്ചിരിക്കുന്നത്. സ്മിത, ശ്രീജിത്ത്. ശരി, MG പ്രതീഷ് വിവരങ്ങൾ നൽകുകയായിരുന്നു. ഇടുക്കി, എറണാകുളം ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കാണ് ഇന്ന് അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത്. വരും ദിവസങ്ങളിൽ മഴ കനക്കും. ബംഗാൾ ഉൾക്കടലിലൊരു ന്യൂനമർദ്ദം രൂപപ്പെട്ടിട്ടുണ്ട്. അതിന്റെ ഫലമായി കൂടി വരും ദിവസങ്ങളിൽ മഴ കൂടുതൽ ശക്തമാകും. എല്ലാ ജില്ലകളിലും മഴ മുന്നറിയിപ്പ് നിലനിൽക്കുന്നുണ്ട്. കോഴിക്കോട്ട് നിന്ന് ഗോകുൽ കെ വേണുഗോപാൽ കൂടി വിവരങ്ങളുമായി ചേരുകയാണ്. ഗോകുൽ, എന്താണ് വടക്കൻ ജില്ലകളിലെ സാഹചര്യം? മുന്നറിയിപ്പ് നിലനിൽക്കുന്നുണ്ട്. ഏതൊക്കെ ജില്ലകൾ എത്രത്തോളം ജാഗ്രത പുലർത്തേണ്ടതുണ്ട്? വരും മണിക്കൂറുകളിൽ മഴയുടെ സ്വഭാവം എന്തായിരിക്കും ഗോകുൽ? കാസർഗോഡ്, കണ്ണൂർ, മലപ്പുറം, കോഴിക്കോട്, വയനാട്, പാലക്കാട് ജില്ലകളിൽ നിലവിൽ യെല്ലോ അലർട്ടാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. എന്നാൽ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ രാത്രിയിലൊക്കെ വലിയ രീതിയിലുള്ള മഴ പെയ്തിരുന്നു. കോഴിക്കോട് നഗരത്തിലും മലയോര മേഖലകളിലുമൊക്കെ കഴിഞ്ഞ ദിവസം ശക്തമായ മഴയാണ് പെയ്യുന്നത്. എന്നാൽ അധിക സമയം മഴ നീണ്ടു നിൽക്കുന്നില്ല. വരുന്ന മഴ പെയ്യുന്നു, വളരെ പെട്ടെന്ന് ശക്തമായി പെയ്യുന്നു, പെയ്തൊഴിയുന്നു എന്ന രീതിയിലാണ് മഴ പെയ്തു പോകുന്നത്. അതിനാൽ തന്നെ മഴ ശക്തമായി പെയ്യുന്നതിനാൽ തന്നെ ഒരുപക്ഷെ അടുത്ത കാലാവസ്ഥാ വകുപ്പിന്റെ അറിയിപ്പ് പ്രകാരം ഇതിൽ മാറ്റമുണ്ടാവാനുള്ള സാധ്യതയുണ്ടെന്ന് മനസ്സിലാക്കുന്നു. രാത്രിയിലൊക്കെ വലിയ രീതിയിൽ മഴ പെയ്ത സാഹചര്യമാണ് ഇവിടെ ഉള്ളത്. അതോടൊപ്പം തന്നെ ഈ പാലക്കാട് ജില്ലയിൽ ഇന്നും നാളെയുമൊക്കെ മഞ്ഞ അലർട്ട് തന്നെയാണ്. 64.5 മില്ലിമീറ്റർ മുതൽ 115.5 മില്ലിമീറ്റർ വരെ മഴ പെയ്യാനുള്ള സാധ്യതയുണ്ട് എന്ന് പറയുന്നു. പാലക്കാടുമായി ചേർന്ന് നിൽക്കുന്ന സ്ഥലങ്ങളിലെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലൊക്കെ അടച്ചിട്ടുണ്ട്. ഊട്ടിയിലെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളായ പൈൻ ഫോറസ്റ്റ്, 8-ാം മൈൽ, ഷൂട്ടിംഗ് പോയിന്റ്, ട്രീ പാർക്ക് എന്നിവയൊക്കെ അടച്ചിട്ടുണ്ട്. മലപ്പുറത്ത് വലിയ രീതിയിലുള്ള മഴ, ഇടവിട്ടുള്ള മഴ പെയ്യുന്നുണ്ടെങ്കിലും അത്ര തീവ്രമല്ല എന്നാണ് അവിടെ നിന്ന് നമുക്ക് ലഭിക്കുന്ന വിവരം. അതോടൊപ്പം തന്നെ കാസർഗോഡും കണ്ണൂരും ശക്തമായ മഴ പെയ്യുന്നില്ല. ഇടവിട്ടുള്ള മഴ ഇടയ്ക്കിടയ്ക്ക് പെയ്യുന്നുണ്ട് എന്നുള്ളതാണ് മലബാറിൽ നിന്ന് ലഭ്യമാകുന്ന വിവരങ്ങൾ. ഈ കോഴിക്കോട് ജില്ലയിലെ മലയോര മേഖലകളിൽ മഴ പെയ്യുന്നതിനാൽ ഇരവഴിഞ്ഞിപ്പുഴ ഉൾപ്പെടെയുള്ള പുഴകളിൽ വെള്ളം കയറിയ സാഹചര്യവും നിലവിലുണ്ട്. കോഴിക്കോട് നിന്നാണ് ഗോകുൽ കെ വേണുഗോപാൽ വിവരങ്ങളുമായി ചേർന്നത്. ഇനി ആൻമരിയ ചേരുന്നുണ്ട് കൊച്ചിയിൽ നിന്ന്. ആൻമരിയ, എറണാകുളം ജില്ലയിൽ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്.
നല്ല ശക്തമായ മഴ പ്രതീക്ഷിക്കുന്നുണ്ട്. ഒപ്പം തന്നെ ഈ പലയിടങ്ങളിലും കാറ്റ് ശക്തമാകുന്നു എന്നുള്ള വിവരം വരുന്നുണ്ട്. എറണാകുളം ജില്ലയിലെ ഇപ്പോൾ ഈ പ്രഭാതത്തിലെ സ്ഥിതി എന്താണ്? വിവരങ്ങൾ. ഗുഡ് മോർണിംഗ്. എറണാകുളം ജില്ലയിൽ രാത്രി അതിശക്തമായിട്ടുള്ള മഴയായിരുന്നു ഉണ്ടായിരുന്നത്. അതോടൊപ്പം തന്നെ വലിയ കാറ്റും വീശുന്നുണ്ടായിരുന്നു ജില്ലയുടെ പല ഭാഗങ്ങളിലും. അത് തീരദേശ മേഖലകളിലും മലയോര മേഖലകളിലും നഗരപ്രദേശങ്ങളിലുമെല്ലാം ഈ രീതിയിൽ ഇടവിട്ടുള്ള ശക്തമായിട്ടുള്ള മഴയും അതോടൊപ്പം വരുന്ന വലിയ കാറ്റുമായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ പ്രഭാതത്തിലേക്ക് വരികയാണ് എങ്കിൽ രാവിലെ ഈ മഴയ്ക്ക് ചെറിയൊരു ശമനം ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ജില്ലയുടെ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം എടുത്തു നോക്കുകയാണ് എങ്കിൽ ഈ ഒരു ദിവസം അല്ലെങ്കിൽ ആ ഒരു ദിവസത്തിൽ ഇടവിട്ടിടവിട്ട് പെയ്യുന്ന അതിശക്തമായിട്ടുള്ള മഴയാണ് പെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ കഴിഞ്ഞ രാത്രിയിൽ പെയ്ത ഈ ശക്തമായിട്ടുള്ള കാറ്റിലും മഴയിലും കളമശ്ശേരി അടക്കമുള്ള ഭാഗങ്ങളിലെല്ലാം മരം കടപുഴകി വീണിട്ട് വലിയ തരത്തിലുള്ള ഗതാഗത തടസ്സം ഉണ്ടായിരുന്നു. പിന്നീട് അത് പുനഃസ്ഥാപിച്ച് ഗതാഗത തടസ്സം മാറ്റിയിട്ടുണ്ട്. ഈ രീതിയിലുള്ള ശക്തമായിട്ടുള്ള കാറ്റും മഴയും ജില്ലയുടെ പല ഭാഗങ്ങളിലുമുണ്ട്. തീരപ്രദേശത്തുള്ളവർക്ക് അതീവ ജാഗ്രത നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത്. കാരണം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായിട്ട് കടലാക്രമണം അതിരൂക്ഷമാണ്. ഈ പ്രദേശങ്ങളിലെല്ലാം നിലവിൽ ഇപ്പോൾ ക്യാമ്പുകൾ തുറന്നിട്ടുണ്ട്. ഈ രീതിയിൽ തീരപ്രദേശത്തുള്ളവർക്ക് അതീവ ജാഗ്രത നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത്. ഇനി മലയോര മേഖലകളിലേക്ക് വരികയാണ് എങ്കിൽ ഉരുൾപൊട്ടൽ സാധ്യത കണക്കിലെടുത്തുകൊണ്ട് ഈ ഭാഗങ്ങളിൽ, അതായത് ഉരുൾപൊട്ടൽ സാധ്യത നിലനിൽക്കുന്ന ഇടങ്ങളിൽ താമസിക്കുന്നവരോട് അവിടെ നിന്ന് മാറി താമസിക്കണമെന്നുള്ള മുന്നറിയിപ്പും നൽകിയിട്ടുണ്ട്. നഗരപ്രദേശങ്ങളിലേക്ക് ഈ ചെറിയ രീതിയിലുള്ള വെള്ളക്കെട്ടുകൾ അതോടൊപ്പം തന്നെ ഈ ശക്തമായിട്ടുള്ള കാറ്റിൽ മരം കടപുഴകി വീഴാനുള്ള സാധ്യത ഉള്ളതുകൊണ്ട് തന്നെ ഈ പ്രദേശങ്ങളിലുള്ളവരോടെല്ലാം മാറി നിൽക്കണം അല്ലെങ്കിൽ ജാഗ്രത പുലർത്തണം എന്നുള്ള കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നീട് മലയോര മേഖലകളിലേക്കുള്ള രാത്രി സഞ്ചാരത്തിലും ഒരു നിയന്ത്രണം കൊണ്ടുവന്നിട്ടുണ്ട്. എറണാകുളം ജില്ലയെ സംബന്ധിച്ചിടത്തോളം ജില്ലയിൽ ഇന്ന് ശക്തമായിട്ടുള്ള മഴ ഉണ്ടാകുമെന്നുള്ള മുന്നറിയിപ്പിനെ കണ്ടുകൊണ്ട് ജില്ലാ ഭരണകൂടം എറണാകുളം ജില്ലാ കളക്ടർ അവധി നൽകിയിട്ടുണ്ട് സ്കൂളുകൾക്ക്. അത് പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള ട്യൂഷൻ സെന്ററുകൾക്ക് ഉൾപ്പെടെ ഈ അവധി ബാധകമായിരിക്കുമെന്ന് എറണാകുളം ജില്ലാ കളക്ടർ അറിയിച്ചിട്ടുണ്ട്. അങ്ങനെ എറണാകുളം ജില്ലയിൽ ഇടവിട്ടുള്ള ശക്തമായിട്ടുള്ള മഴയാണ് സ്മിത. ശരി, ആൻ മരിയ സണ്ണി വിശദാംശങ്ങൾ പങ്കുവെക്കുകയായിരുന്നു കൊച്ചിയിൽ നിന്ന്.